ഒറ്റപ്പാലത്താണ് ഞാനുള്ളത്. ഒരൊറ്റപ്പാലം കടക്കാൻ 3 പേർ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത. നമുക്കറിയുന്നത് പോലെ ഈ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടതിനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം എന്ന് പറയാം. ആ ഒറ്റപ്പാലത്ത് എന്താണ് ഇത്തവണ സ്ഥിതി, ആരൊക്കെയാണ് മത്സരിക്കുന്നത്, അവരുടെ വിജയസാധ്യത എന്താണ്, ഇത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒറ്റപ്പാലത്തുകാർ എന്തു പറയുന്നു, അവർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നൊക്കെ അറിയാം. അപ്പോൾ വോട്ടത്തോൺ അറ്റ് ഒറ്റപ്പാലം. യെസ്, ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം ഞാനുള്ളത്. ബസ് സ്റ്റാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് പേരെ നമുക്കിവിടെ കാണാം. അപ്പം എന്താണ് ജനങ്ങളുടെ പൾസ് എന്നറിയുന്നതിന് മുൻപ് നമുക്ക് ഷാരിഖ് നവാസ് കൂടി നമ്മുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്, നമ്മുടെ 24 പ്രതിനിധി പാലക്കാട്. ഷാരിഖെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നിലവിൽ ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുകയാണെങ്കിൽ എന്നും ഇടതിനൊപ്പം ചേർന്ന് നിന്ന ഒരു മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു ആകെ 2 തവണ മാത്രമാണ് ഇവിടെ ഇടതല്ലാതെ മറ്റൊരു കക്ഷി UDF ജയിച്ചതെന്ന് തോന്നുന്നു. എന്താണ് ഇത്തവണത്തെ ഒരു പൾസ്? കാരണം അട്ടിമറികൾ നടന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. അവിടെ PK ശശി, മുമ്പ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ PK ശശി ഇന്ന് മറുകണ്ഠം ചാടി അവിടെ UDF-ന്റെ സ്വതന്ത്രനായി മത്സരിക്കുന്നത് പ്രത്യേകതയുണ്ട്. എതിരിടാൻ K പ്രേംകുമാർ നിലവിലെ MLA കൂടിയാണ്, അദ്ദേഹം മത്സരിക്കുന്നു. ഒപ്പം മേജർ രവി NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായി ഇതിനോടകം ഒറ്റപ്പാലം മാറുന്നുണ്ട്. എന്താണ് ഇത്തവണത്തെ ഒരു സാധ്യതകൾ, നിലവിലെ പൾസ്? ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഈ KPCCയുടെ പ്രഥമ സമ്മേളനം നടന്ന ഒരു മണ്ണാണ് ഒറ്റപ്പാലം എന്നത്. അതായത് കോൺഗ്രസിന്റെ പാരമ്പര്യവും അതിനൊപ്പം ഇടതിന് വേരോട്ടവുമുള്ള മണ്ണ് എന്നുള്ള ഒരു സവിശേഷതയാണ് ഒറ്റപ്പാലത്തിന് ആദ്യം എടുത്തു പറയേണ്ടത്. ഇപ്പോഴുള്ള ഒരു സാഹചര്യം വെച്ച് CPM-ൽ നിന്ന് രാജിവെച്ച PK ശശി മത്സരിക്കുന്നു എന്നാണ് ഒറ്റപ്പാലത്തിന്റെ മറ്റൊരു പ്രത്യേകത. കാരണം CPM-ൽ നിന്ന് രാജിവെച്ചും PK ശശി മത്സരിക്കുമ്പോൾ അത് വലിയൊരു ചർച്ചയാകുന്ന ഒരു മണ്ഡലം തന്നെയാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും നോക്കുന്ന, അല്ലെങ്കിൽ ഈ കേരളം തന്നെ ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ ഒന്നാണ് ഒറ്റപ്പാലം എന്നത്. മാത്രവുമല്ല, ഒരു സിനിമാ താരവും അതുപോലെ തന്നെ മുൻ ഒരു സൈനികനായ മേജർ രവിയും മത്സരിക്കുന്ന എന്ന ഒരു പ്രത്യേകതയാണ്. ഈ മണ്ഡല രൂപീകരണത്തിന് ശേഷം, അതായത് 1957 ശേഷം 2 തവണ മാത്രമാണ് UDF-നൊപ്പം ഈ മണ്ഡലം ഉണ്ടായിട്ടുള്ളത്, കൈകോർത്തിട്ടുള്ളത്. അതായത് ഒന്ന് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന P ബാലനും പിന്നീട് നമ്മുടെ ഗവർണറും മന്ത്രിയും ഒക്കെ ആയിരുന്ന K ശങ്കരനാരായണനും ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒറ്റപ്പാലം UDF-ന് തുണച്ചിട്ടേയില്ല, ഇടതുപക്ഷം തുടർച്ചയായി വിജയിക്കുന്നു. സിറ്റിംഗ് MLA ആയ K പ്രേംകുമാർ വീണ്ടും മത്സരിക്കും എന്നത് തന്നെയാണ് പ്രത്യേകത. അവർ വോട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ, എന്നാൽ കുറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ NDA ഒരു നിർണായക ശക്തിയായി വളരുന്നു. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UDF-ന് എന്നാൽ ഇവിടെ അത്തരം ഒരു മേൽക്കൈ ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. കാരണം പല പഞ്ചായത്തുകളിലും NDA 2ാം സ്ഥാനത്താണ് ഉള്ളത്, എന്നാൽ UDF 3ാം സ്ഥാനത്തും. അത്തരത്തിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ ഒരു മണ്ഡലം തന്നെയാണ് ഒറ്റപ്പാലം. അപ്പോൾ PK ശശിക്ക് എത്ര വോട്ടുകൾ പിടിക്കാൻ കഴിയും എന്നുള്ളത് പ്രത്യേകമായ ചോദ്യമാണ്. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി പോവാം. നമ്മുടെ ബസ്സിലെ ചേട്ടന്മാരൊക്കെ. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. എന്താ പേരെന്താ? പത്മനാഭൻ. എവിടെ, സ്ഥലം എവിടെയാണ്? പെരിന്തൽമണ്ണയാണ്. അത് ശരി. അപ്പോൾ ഇവിടെ ഒറ്റപ്പാലത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രമൊക്കെ നോക്കുമ്പോൾ എന്താണ് ഒറ്റപ്പാലത്തിന്റെ ഒരു പൾസ്? എന്താണ് ഒറ്റപ്പാലത്തിന്റെ പൾസ് വരാനേ ഇവിടെ പ്രേംകുമാറിനാണ് സാധ്യത. സാധ്യത പ്രേംകുമാർ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിവിടെ ഒരു ഉറച്ച മണ്ഡലമാണ്. ചേട്ടൻ എന്ത് തോന്നുന്നു? ഇവിടെ 2 ടീമും വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്, രണ്ടാളും സ്ട്രോങ് ആണ്. PK ശശി CPM എന്ന് വന്നിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ വോട്ടുകൾ പിടിച്ച് ജയിക്കാൻ കഴിയുമോ PK ശശിക്ക്? എന്താ തോന്നുന്നു? സാധ്യത ഉണ്ട്, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല. ചേട്ടൻ എവിടെയാ വോട്ട്? എനിക്ക് വെള്ളിയാഴ്ച ചെറുപ്പശ്ശേരി. ശരിയാണ്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.